കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് സ്വന്തം പിതാവ് തന്നെ. കുറച്ച് നാളുകൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു മുറ്റത്തിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ കുട്ടിയെ ഭിക്ഷയ്ക്ക് വന്ന ഒരാൾ തട്ടിക്കൊണ്ടു പോകുന്നത്. ആ ഒരു വീഡിയോ കണ്ട് നമ്മളെല്ലാവരും വളരെയധികം വേവലാതിയോടെയാണ് ആ വീഡിയോ ഒക്കെ കണ്ടത്. ആ വീഡിയോ കണ്ടു തീർത്ത ഓരോ മലയാളികൾക്കും ആ ഒരു വീഡിയോൻ്റെ അടിയിൽ പോയി കമൻറ്റ് ഇട്ടിട്ടുണ്ടാവും. ആ കുട്ടിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്, ആ കുട്ടിയെ കണ്ടു കിട്ടിയോ? ഞാൻ വരെ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിനടിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയെ പിന്നീട് തിരിച്ചു കിട്ടിയോ ഇല്ലയോ എന്നറിയായിട്ട് വളരെയധികം സമാധാനക്കുറവായിരുന്നു. ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തു കുട്ടികളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ സംഭവിക്കാവുന്ന ഒരു കാര്യം ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇപ്പോഴിതാ ആ വീഡിയോ ഫേക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെളിവ് പുറത്തു വന്നിരിക്കുന്നു. അവരിതൊരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി ചെയ്ത വീഡിയോയാണ്. ആ കുട്ടിയുടെ സ്വന്തം അച്ഛൻ തന്നെയാണ് വേഷം കെട്ടിക്കൊണ്ട് ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നത്. എന്നാൽ അത് വളരെ റിയൽ ആയിട്ടുള്ള രീതിയിലാണ് അവർ ആ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനിടയിൽ ഒരു ക്യാപ്ഷനും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ഫേക്കാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ക്യാപ്ഷനും കൊടുക്കാതെയാണ് ആ ഒരു വീഡിയോ അവർ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ കാണുന്ന എല്ലാ മലയാളികളും അത് റിയൽ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് എന്നാണ് തെറ്റിദ്ധരിച്ചത്. നമ്മളിൽ പലരും ഇപ്പോഴും ആ കുട്ടിയെ ആലോചിച്ച് വിഷമിക്കാറുണ്ട്. പിന്നീടാണ് ആ വീഡിയോയെക്കുറിച്ചുള്ള സത്യാവസ്ഥകൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്. ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊരു റിയൽ ആയിട്ടുള്ള വീഡിയോ അല്ല, ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ്. എന്നാൽ ആ വീഡിയോയിലെ ക്യാപ്ഷനിൽ അത് കൊടുക്കാത്ത കാരണം തന്നെ ആരും അത് ശ്രദ്ധിച്ചില്ല എന്നതാണ് യഥാർത്ഥ സത്യം. എന്തായാലും നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ സൂക്ഷിക്കുക എന്നുള്ളൊരു മെസ്സേജ് കൊണ്ടാണ് അവർ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് റിയൽ ആയിട്ടുള്ളതല്ല, എന്നാലും നമ്മുടെ മക്കളെ നമ്മൾ തന്നെ സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ തന്നെ സൂക്ഷിക്കുക. എന്തായാലും ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഏറെ കുറേയുണ്ട്. അതൊക്കെ നമുക്ക് മുന്നിൽ തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കി അത് നല്ലൊരു രീതിയിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എടുക്കുക. എന്തായാലും ആ ഒരു വീഡിയോക്ക് താഴെ അവരത് ഫേക്കാണ് എന്നുള്ളൊരു ക്യാപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു വീഡിയോക്ക് ഇത്രയധികം റീച്ച് കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം ചിലപ്പം അവരൊരു പക്ഷേ ആ ഒരു ക്യാപ്ഷൻ അതിൽ നിന്നും ഒഴിവാക്കിയത്.